ആദ്യത്തെ കലോത്സവം എന്ന് പറയാൻ കലോത്സവങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രിൻസിപ്പളായിട്ട് ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് ആദ്യത്തെ കലോത്സവമാണ്. ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഈ 2024 വർഷത്തെ അക്കാദമി വർഷത്തെ ഈ ചാവക്കാട് സബ് ജില്ലാ കലോത്സവം നമ്മുടെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വളരെ പെട്ടെന്നാണ് എത്തിച്ചേർന്നപ്പോൾ അതെല്ലാവരും കൂടെ ഏറ്റെടുക്കുകയും അത് നല്ല രീതിയിൽ തന്നെ ഒരു സമാപനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു. ചേലക്കര ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ ഇപ്പോൾ MLA ആയാലും അതുപോലെ നഗരസഭാ ചെയർമാൻ കൃഷ്ണ സാറായാലും ഒക്കെ തന്നെ തിരക്കുകളിലായിരുന്നു. നമ്മുടെ സംഘാടക സമിതിയും പെട്ടെന്നാണ് കൂടിയത്. അതിനുശേഷമുള്ള 13 സബ് കമ്മിറ്റികളും ആണ് നന്നായിട്ട് ഈ കലോത്സവം ഏറ്റെടുത്ത് സംഘാടനം നടത്തിപ്പോരുന്നത്. ഇപ്പോൾ പ്രോഗ്രാം, അതുപോലെ തന്നെ ഫുഡ്, പബ്ലിസിറ്റി, ഗ്രീൻ പ്രോട്ടോക്കോള് അടക്കമുള്ള 13 സബ് കമ്മിറ്റികളാണ്, ഫിനാൻസ് അടക്കമുള്ള 13 സബ് കമ്മിറ്റികളാണ് ഈ കലോത്സവത്തെ ചലിപ്പിക്കുന്നത്. ആ സബ് കമ്മിറ്റി പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, അവലോകനം ഓരോ ദിവസവും 8 മണിക്ക് MLAയുടെ നേതൃത്വത്തിൽ, നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. പോരായ്മകൾ നികത്തിക്കൊണ്ട് പിറ്റേ ദിവസം നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം ഒരു 10,3600 കുട്ടികൾ വീതം ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിലാണ്. അവിടെ ഒരു 250 ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു സംവിധാനമാണുള്ളത്. ആദ്യത്തെ ദിവസം നമ്മൾ സ്കൂളിൻ്റെ ഭക്ഷണശാലയ്ക്കടുത്ത് ബൊഫെ രീതിയിൽ കൊടുത്തു. ഇപ്പോൾ കൈലാസത്തിൽ തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് ബൊഫെ രീതിയിലാണ് ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇന്ന് പായസമടക്കമുള്ള സദ്യയാണ് കൊടുത്തത്. നല്ല രീതിയിലുള്ള ഒരു സംഘാടന മികവ് തന്നെയാണ് ശ്രീകൃഷ്ണ സ്കൂളിൽ. കലകൾക്ക് ഇന്നും സ്പോർട്സിനായാലും കലകൾക്കായാലും കേൾവിക്കെട്ട ഒരു ക്യാമ്പസാണ് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂള്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് ഏറ്റെടുക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു കലാപാരമ്പര്യം നമ്മുടെ ക്യാമ്പസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വിജയം ഉറപ്പാക്കുന്ന രീതിയിൽ നല്ല ഒരു എന്താ പറയുക, എല്ലാവരുടെയും പൊതുജനങ്ങളുടെ എല്ലാ വിഭാഗം കൂട്ടായ്മകളുടെയും സംഘടനാ മികവ് ഉപയോഗിച്ചുകൊണ്ടാണ് അഹോരാത്രം അധ്യാപകരുണ്ട്, അധ്യാപക കൂട്ടായ്മയുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, മറ്റ് പോലീസ് വിഭാഗമുണ്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ MLA, അതുപോലെ നഗരസഭാ ചെയർമാൻ, കൗൺസിലേഴ്സ്, ഗുരുവായൂർ നഗരസഭയുടെയും ചാവക്കാട് നഗരസഭയുടെയും കൗൺസിലർമാരടക്കമുള്ള എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സമാപനത്തിലേക്ക് കലോത്സവം 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം സമാപനത്തിലേക്ക് നടന്നെടുക്കുന്നത്. എന്തായാലും ഒരു 5 ഐറ്റംസ് കൂടുതൽ ഗോത്രവർഗ കലകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇക്കുറി മാനുവൽ ഇറങ്ങിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊന്നും പ്രോഗ്രാം കമ്മിറ്റിയോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് 6 മണിക്ക് സമാപിക്കും. 7:30 നമ്മൾ നല്ല രീതിയിലൊരു സമാപന സമ്മേളനത്തോടു കൂടിയാണ് ഇത് അവസാനിപ്പിക്കുക. അതിന് തന്നെ സമ്മാനദാനവും ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം നടത്തിയത് എനിക്ക് തോന്നുന്നു IDC സ്കൂളിലായിരിക്കും. അതിന് മുൻപ് LF ആയിരുന്നു. അവിടത്തെ രീതിയിലേക്കാൾ മികച്ചതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ അത്ര പങ്കെടുത്തിട്ടുള്ള ആളായിരുന്നില്ല. ഒരു ദിവസമൊക്കെ പോയി വരിക എന്നല്ലാതെ. അപ്പോൾ അവിടുത്തെ സംഘാടന മികവ് അത് വേറൊരു തരത്തിലായിരുന്നു. നമ്മളുടെ സംഘാടനം എന്ന് പറയുന്നത് വേറൊരു തലത്തിലാണ്. അതിൻ്റെ ഒരു മികവോ അതിൻ്റെ തികവോ അതിനെക്കുറിച്ചുള്ളത് എനിക്കങ്ങനെ പറയാനായിട്ടുള്ളൊരു അറിയില്ല. പക്ഷെ നമ്മളുടെ ഉത്സവം എന്ന് പറയുന്നത് കലോത്സവം 4 ദിവസം നല്ല രീതിയിലാണ് ഇവിടെ ഒരു ജില്ലാ കലോത്സവത്തിൻ്റെ പ്രതീതി ഉണർത്തുമാറാണ് എല്ലാ രീതിയിലുള്ള സംഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്.